ടെഡി എന്ന 12 വയസ്സുകാരൻ ചുണക്കുട്ടി ഒരു കോടീശ്വരൻ്റെ ഏകപുത്രനാണ്. ഒരു ദിവസം കൊള്ളക്കാർ അവനെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവനെ ഒരു വലിയ പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചു. ജീവൻ നിലനിർത്താനായി പെട്ടിക്കുള്ളിൽ വെള്ളം മാത്രം വച്ചിട്ട് അതിനുശേഷം അവർ പെട്ടിയെടുത്ത് കാടിനുള്ളിൽ കൊണ്ടുപോയി മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. വായു ലഭിക്കാനായി ഒരു ട്യൂബ് പെട്ടിയിലേക്ക് അവർ നൽകുകയും ചെയ്തു. അതിനുശേഷം അവർ അവൻ്റെ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ടെഡി ഞങ്ങളുടെ പക്കലുണ്ട്, $10 ലക്ഷം തന്നാൽ കുട്ടിയെ ഞങ്ങൾ വിട്ടുതരാം. മാതാപിതാക്കൾ ഉടനെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വിവരമറിയിച്ചു. അവസാനം 11 ദിവസം അന്വേഷിച്ചതിന് ശേഷം അവർ പെട്ടി കണ്ടുപിടിച്ചു. കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടി തുറന്നതും അതിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് ടെഡി പുറത്തേക്ക് വന്നത് ഏവരെയും ഞെട്ടിച്ചു. ടെഡി ഓക്കെയാണോ എന്നറിയാൻ അവനെ ഉടനെ ഡോക്ടേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും കാണിച്ചു. അവരെല്ലാം ടെഡി ഓക്കെയാണ്, അവന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് റിപ്പോർട്ട് നൽകി. എല്ലാവർക്കും അതിശയമായി. എങ്ങനെ ഒറ്റയ്ക്കൊരു പെട്ടിക്കുള്ളിൽ 11 ദിവസം സന്തോഷമായി കഴിഞ്ഞുകൂടാൻ നിനക്ക് സാധിച്ചു? ടെഡി മറുപടി പറഞ്ഞു, ശരിയാണ് ഡോക്ടർ, അവരെന്നെ തട്ടിക്കൊണ്ടുപോയി പെട്ടിയിലടച്ചപ്പോൾ എനിക്ക് പേടിയും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഒത്തിരി അലറിക്കരഞ്ഞു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അമ്മയുടെ വാക്കുകൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാം എന്നായിരുന്നു അത്. അമ്മ പറയുമായിരുന്നു, നമ്മൾ തുടർച്ചയായി പോസിറ്റീവ് ചിന്താഗതി മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് എനിക്കറിയാവുന്ന പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഐ ലവ് യു മമ്മി, ഐ ലവ് യു പപ്പ, ഐ ലവ് യു ഗോഡ്, ഐ ലവ് യു ടീച്ചേഴ്സ് എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം മെല്ലെ മെല്ലെ പുറത്തേക്കായി. അങ്ങനെ അവസാനം എന്നെ തട്ടിക്കൊണ്ടുവന്ന കൊള്ളക്കാരെയും ഞാൻ അനുഭവിക്കുന്ന ഏകാന്തതയും പോലും ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് എനിക്കൊരു പ്രത്യേക ശക്തി എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നതായി തോന്നി. ഇത് തന്നെയായിരുന്നു ഞാൻ ഭയന്നു മരിച്ചു പോകാതിരിക്കാൻ എന്നെ സഹായിച്ചതും. ഇതൊരു സംഭവകഥയാണ്. എത്ര നിഷ്പ്രയാസമാണ് തൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയെല്ലാം തരണം ചെയ്ത് ടെഡി എന്ന ആ കുഞ്ഞു ബാലൻ ആ വലിയ പ്രതിസന്ധികളിൽ നിന്നും പുറത്തേക്ക് വന്നത്. നമുക്കും ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. അതിനായി ചുറ്റുപാടും കാണുന്ന എല്ലാ മാലിന്യ കൂമ്പാരങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ നല്ല ആശയങ്ങളെയും നല്ല ചിന്താഗതികളെയും മാത്രം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം. അതിനായി ദ സൈഡ് സ്റ്റോറി എന്ന ഈ ചാനലിനും നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കും കൂടെ നിൽക്കാവുന്നതാണ്. നന്ദി.